റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സമാധാനപരവും ക്രിയാത്മകവുമായ പങ്കുവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് ആഴ്ചകൾക്ക് പിന്നാലെയാണ് മോദിയുടെ കീവ് സന്ദർശനമെന്നതും ശ്രദ്ധേയം. 1991 യുക്രൈൻ സ്വതന്ത്രമായ ശേഷം ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്ന് മോദി യാത്രയ്ക്ക് മുൻപേ പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 22 രാത്രി റെയിൽഫോഴ്സ് 1 ട്രെയിനിൽ 10 മണിക്കൂർ യാത്ര ചെയ്ത് 23 രാവിലെയോടെ മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത്. കീവ് നഗരത്തിൽ ഏകദേശം 7 മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും. പോളണ്ട് സന്ദർശനം ഏറെ പ്രത്യേകത നിറഞ്ഞതായിരുന്നുവെന്ന് യുക്രൈനിലേക്ക് പോകും മുൻപ് മോദി പറഞ്ഞിരുന്നു. ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സയിലെത്തിയത്. 45 വർഷത്തിനിടെ പോളണ്ടിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി.